അല്ല, ഇത് നിതീഷ് കുമാറിന്റെ കാര്യം നമ്മൾ എടുത്താൽ അദ്ദേഹത്തിന്റെ കൂടെ ഒരു പ്രത്യേക വിഭാഗം വോട്ടർമാരുണ്ട്. അദ്ദേഹമാണ് ബീഹാറിൽ പണ്ട് 1970കളിൽ കർപ്പൂരി ഠാക്കൂർ ചെയ്ത ഒരു കാര്യം. അതായത് OBC-കളിൽ EBC-കളെ അദ്ദേഹം അവർക്ക് വേണ്ടി പ്രത്യേക കോട്ട സൃഷ്ടിച്ച് അവരെ ഒരു വോട്ട് ബാങ്ക് ആക്കി മാറ്റി. ഒരു 25% ജനസംഖ്യ ബീഹാറിലെ എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസിനെ അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്ക് ആയിട്ട് മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാറിലെ സ്ഥിതി എന്ന് വെച്ചാൽ അവിടെ 3 പാർട്ടികൾ, പ്രധാന പാർട്ടികളുണ്ട്. അതുകൂടാതെ ക്ഷയിച്ച കോൺഗ്രസും ഉണ്ട് 4ാമത്തെ പാർട്ടിയായിട്ട്. അതായത് RJD എന്ന പാർട്ടി, ലാലുവിൻ്റെ പാർട്ടി, നിതീഷ് കുമാറിൻ്റെ JDU ഉണ്ട്. പിന്നെ ഉള്ളത് BJP ആണ്. BJP കുറേ ശക്തി പ്രാപിച്ചു, JDU കുറച്ച് ക്ഷയിച്ചിട്ടുണ്ട്. പിന്നെ JDU എന്നുള്ളത് പോലും ഒരു എന്താ പറയുന്നത്, പണ്ട് തൊട്ടേ ശക്തമായിരുന്ന ഒരു പാർട്ടിയൊന്നുമല്ല. അത് ജോർജ് ഫെർണാണ്ടസ് സമതാ പാർട്ടി ഉണ്ടാക്കി. ആ സമതാ പാർട്ടിയുടെ കൂടെ പഴയ, അതായത് സ്പ്ലിറ്റായി വന്ന 99-ലെ ദേവഗൗഡയുടെ സ്പ്ലിറ്റിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന റംബ് പാർട്ടി, ആ പാർട്ടി, ശരത് യാദവിൻ്റെ ആ പാർട്ടി സമതാ പാർട്ടിയിൽ ലയിച്ച് ഉണ്ടായ ഒരു പാർട്ടിയാണ് ഈ ജനതാദൾ യുണൈറ്റഡ്. ആ പാർട്ടിയെ ഒരു പ്രത്യേക വിഭാഗം, അതായത് EBC വോട്ടർമാരെ ചേർത്ത് അതിനൊരു കോൺസ്റ്റിറ്റ്യുവൻസി ഉണ്ടാക്കിയ ആൾ നിതീഷ് കുമാറാണ്. ആ വോട്ടർമാരെ നിതീഷ് കുമാർ എവിടെയാണോ, അത് BJPയുടെ കൂടെയാണെങ്കിൽ BJPയുടെ മുന്നണിയിൽ, അല്ലെങ്കിൽ RJDയുടെ മുന്നണിയിലാണെങ്കിൽ RJDയുടെ മുന്നണിയിൽ അദ്ദേഹത്തിന് അന്ധമായിട്ട് വോട്ട് കുത്തുന്ന ആൾക്കാരാണ്. അതാണ് അദ്ദേഹത്തിന് ഇത്ര ധൈര്യത്തോടെ അദ്ദേഹത്തിന് ഇങ്ങനെ മാറാൻ പറ്റുന്നത്. പിന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അറിയാം, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ BJPയുടെ കൂടെ പോയാൽ അദ്ദേഹത്തിന് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് 17 സീറ്റിൽ മത്സരിച്ചിട്ട് 16 സീറ്റുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ പറ്റി NDAയുടെ കൂടെ നിന്നിട്ട്. അതെന്താണെന്ന് വെച്ചാൽ അന്ന് അവിടെ ഒരു മോദി വേവിൽ അതാണ് കൂടുതൽ എളുപ്പമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അദ്ദേഹം RJDയുടെ കൂടെ നിന്നാൽ അങ്ങനെയും ജയിക്കാം, BJPയുടെ കൂടെ നിന്നാൽ BJPയുടെ കൂടെ ജയിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേക സ്ഥിതി അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് പിന്നെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മുഖ്യമന്ത്രിയായിട്ട് തുടരുക, ഏത് വിധേനയും അധികാരത്തിൽ തുടരുക. ഒരു വർഷം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തേജസ്വി യാദവിന് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കൊടുക്കാനുള്ള ഒരു കരാറുണ്ട്. അദ്ദേഹത്തിന് ഒരു വർഷം കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കൊടുക്കാൻ സൗകര്യമില്ല, അല്ലെങ്കിൽ മനസ്സില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വേറൊരു തരത്തിൽ, ഒന്നെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ എന്തെങ്കിലും അക്കോമഡേഷൻ കിട്ടണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു പദവിയിലെത്താൻ പറ്റണം. അദ്ദേഹത്തിന് ഇപ്പോൾ മനസ്സിലായി ഇന്ത്യ മുന്നണി തന്നെ അധികാരത്തിൽ വരാൻ തീരെ സാധ്യതയില്ല. ഇവരെല്ലാവരും തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അവരുടെ ഡ്യൂട്ടി, അവരുടെ ധർമ്മം ചെയ്യുന്നില്ല. മറ്റു പാർട്ടികളെല്ലാം അവർക്ക് എന്ത് കിട്ടുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നണിക്കൊരു സാധ്യത ഉണ്ടായാലും, ഇപ്പോൾ ഇവിടെ നേരത്തെ ക്ഷമ പറഞ്ഞതുപോലെ ജയിക്കുമെന്നൊരു പ്രതീതിയെങ്കിലും ഉണ്ടായാലല്ലേ ആ മുന്നണിയുടെ കൂടെ നിന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പോൾ നിതീഷിന് തന്നെ തോന്നുന്നു ഇന്ത്യ മുന്നണിക്ക് തീരെ സാധ്യതയില്ല എന്ന്. അദ്ദേഹം ഒരു ഓപ്പർച്യൂണിസ്റ്റാണ്, അവസരവാദിയാണ്. പല രാഷ്ട്രീയക്കാരിൽപ്പെട്ട ഈ അവസരവാദത്തിൻ്റെ പല മേഖലകളിൽ കൂടി നടന്ന അതിൽ അഗ്രഗണ്യനായി തീർന്ന നിതീഷ് കുമാർ തീരുമാനിച്ചിരിക്കുന്നു NDAയുടെ കൂടെ നിൽക്കുന്നതാണ് ലാഭം. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി, ഇപ്പോൾ അദ്ദേഹത്തിന് 72 വയസ്സേ ഉള്ളൂ. അദ്ദേഹത്തിന് 77 വയസ്സ് വരെ ഒഴിയാൻ തർക്കം ഒരു മുന്നണിയിൽ ഉണ്ടാകുമ്പോഴേക്ക് ആ മുന്നണി ഇല്ലാതായി, ആ മുന്നണി ഡിസ്ബാൻഡിലായി എന്നൊക്കെ എങ്ങനെ നമ്മൾ വിലയിരുത്താൻ കഴിയും? ആനന്ദ്, അത് തർക്കമല്ലേ? സീറ്റ് ഷെയറിംഗ് സംബന്ധിച്ച് തർക്കമല്ലേ? അല്ലാതെ ആ മുന്നണി ഇല്ലാതായിട്ടില്ലല്ലോ. ഈ മുന്നണി ഇവരൊക്കെ ഇരുന്നുണ്ടാക്കിയ മുന്നണിയാണല്ലോ. അജിംസ്, എനിക്ക് ഒരു പോയിന്റ് പറയാനുണ്ട്. ആനന്ദ് പ്ലീസ്. അല്ല അജിംസ്, നമ്മൾ എത്ര നാളായിട്ട് ഇന്ത്യ മുന്നണിയുടെ കാര്യം ചർച്ച ചെയ്യുകയാണ്. നമ്മൾ എപ്പോഴും പറയാറില്ല, കഴിഞ്ഞ തവണ BJPക്ക് ഇതിനു മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ 2014 BJPക്ക് 31% കിട്ടിയുള്ളൂ എന്നും പറഞ്ഞ് നമ്മൾ ഒത്തിരി ചർച്ച നടത്തി. അതിനുശേഷം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ശ്രീ സമ്പത്ത് പറഞ്ഞതിനേക്കാൾ ഇത്തിരി കുറവാണ്, എങ്കിലും 37% BJPക്ക് കിട്ടി. NDAയുടെ കൂടെ എല്ലാ പാർട്ടികളെയും കൂടെ കൂട്ടുമ്പോൾ 45%-ഓളം വോട്ട് BJPക്കാണ് കിട്ടിയത്, NDAക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ 100 സീറ്റിൽ എങ്കിലും BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ ഒരു 100 സീറ്റെങ്കിലും അവരുടെ കുറയ്ക്കാൻ പറ്റിയാൽ മാത്രമാണ് ഇന്ത്യ മുന്നണിക്ക് സാധ്യതയുള്ളത്. അതൊരു ഫൈറ്റിംഗ് ചാൻസ് ആണ്. അതായത് ചെറിയൊരു സാധ്യത മാത്രമാണ് നിതീഷ് കുമാർ കൂടിയുള്ളപ്പോൾ പോലും ഇന്ത്യ മുന്നണിക്കുള്ളത്. ആ സാധ്യത പോലും, അത് ബീഹാറിലെ ആ സീറ്റുകൾ അത്ര എണ്ണം കുറയുമ്പോൾ അത് അത്രമാത്രം ആ സാധ്യതകൾ ചുരുങ്ങുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്.